മണ്ഡല പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് വിവേചനമെന്ന വിവാദം രാഷ്ട്രീയപ്രേരിതമെന്ന് RSS. മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച BJP ഇതര പാർട്ടികളുടെ യോഗം നാളെ ചെന്നൈയിൽ ചേരാനിരിക്കെയാണ് RSSന്റെ നിലപാട്. 3 ഭാഷകൾ പഠിക്കണമെന്ന് തന്നെയാണ് നിലപാടെന്നും RSS ആവർത്തിച്ചു. KB ശ്രീധരൻ വിവരങ്ങൾ നൽകാൻ ചെന്ന്. ശ്രീധരൻ, സ്റ്റാലിൻ ശക്തമായ ഭാഷയിൽ യോഗമൊക്കെ വിളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് RSSന്റെ നിലപാട് വരുന്നത്. എന്താണ് അവർ അറിയിക്കുന്നത്? ഈ മണ്ഡല പുനർനിർണയം അല്ലെങ്കിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർവിഭജിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് DMKയുടെ നേതൃത്വത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത് DMK ആയിരുന്നു, തമിഴ്നാട്ടിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി വൈഡായി BJP ഇതര കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം, വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ യോഗമാണ് നാളെ ചെന്നൈയിൽ ചേരാൻ പോകുന്നത്. ഇതിൽ 3 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഇങ്ങനെ 3 മുഖ്യമന്ത്രിമാർ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ ഒഡീഷയിൽ നിന്ന് BJDയുടെ പ്രതിനിധി ഒരുപക്ഷെ നവീൻ പട്നായിക് നേതൃത്വം തന്നെ പങ്കെടുത്തേക്കും. അതുപോലെ കേരളത്തിൽ നിന്ന് ഇടതും വലതും മുന്നണികളിലുള്ള പല പാർട്ടികളുടെയും ആളുകൾ. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം കുറയും ഇങ്ങനെ മണ്ഡല പുനർവിഭജനം വന്നാൽ എന്നുള്ള ഒരു ആശങ്കയാണ് ഈ യോഗം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ RSSന്റെ കൂടി ഒരു പരാമർശം വന്നിരിക്കുന്നത്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള വിവേചനമില്ല, ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതം ആയിട്ടുള്ള ഒരു വിവാദം മാത്രമാണ് എന്നുകൂടി അവർ പറയുന്നു. അതായത് ഈ തെക്ക് വടക്ക് അങ്ങനെ ഒരു കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പേരിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് RSS നടത്തുന്നത്. RSSന്റെ അഖിലേന്ത്യാ യോഗം ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം ത്രിഭാഷ വിവാദം. അതായത് മാതൃഭാഷയോടൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും കൂടി പഠിക്കണം, അങ്ങനെയുള്ള ഒരു ആവശ്യം കൂടി RSS മുന്നോട്ട് വയ്ക്കുന്നു. അതിനുവേണ്ടി RSSന്റെ ആളുകൾ, RSSന്റെ സ്വയം സേവകരുടെ അടുത്ത് ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ സ്വായത്തമാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് നാളത്തെ ഈ സംയുക്ത യോഗം ചെന്നൈയിൽ ചേരുന്നത്.